ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ബീഫ് വെച്ചിട്ടുള്ള റോസ്റ്റിന്റെ റെസിപ്പിയാണ്. നമ്മുടെ ചാനലിൽ കുറേയധികം ബീഫിന്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. ബീഫ് സ്റ്റൂ, ബീഫ് കട്ട്ലറ്റ്, ബീഫ് ഉരുളക്കിഴങ്ങിട്ട കറി, ബീഫ് ഫ്രൈ, അങ്ങനെ കുറേയധികം റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള റെസിപ്പികളാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സോടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ബീഫ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ബീഫ് ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരമായിട്ട് നമുക്ക് നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. വിനാഗിരി നാരങ്ങ നീരൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മിക്സ് ചെയ്തെടുത്ത ബീഫ് മസാലയെല്ലാം നല്ലപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടി നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ബീഫിന്റെ കുക്കിംഗ് ടൈം നമുക്ക് അത്ര കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പല സ്ഥലത്ത് കിട്ടുന്ന ബീഫിനും കുക്കിംഗ് ടൈം വ്യത്യാസമായിരിക്കും. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിന്റെ പാകം നോക്കി കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 2 വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള തക്കാളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാന്താരിയാണ്. 3 കാന്താരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിന്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് ബീഫ് പാകത്തിന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. ബീഫ് ഇപ്പോൾ നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളിയും 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമുളകെല്ലാം മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. സവാളയെല്ലാം മൂത്തൊരു ചെറിയ ബ്രൗൺ കളറായിട്ട് വരണം. സവാള മൂത്ത് ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, സവാള നല്ലതുപോലെ തന്നെ മൂത്ത് വരണം, അല്ലെങ്കിൽ ഒരു മധുരിപ്പ് ഉണ്ടാകും കറിക്ക്. സവാള നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഞാൻ മിക്സിയിലിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കാം. തക്കാളി എല്ലാം നല്ലപോലെ ഉടഞ്ഞു വരുന്നവരെ കുറച്ച് സമയം വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം പാൻ ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ബീഫിലുള്ള വെള്ളമെല്ലാം വറ്റി ബീഫ് ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് വരണം. 5 മിനിറ്റ് കഴിയുമ്പോൾ പാൻ്റെ മൂടി മാറ്റിയിട്ട് നോക്കാം. മൂടി മാറ്റിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബീഫിലുള്ള ഗ്രേവി എല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട്. കൂടുതൽ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഈ പാകത്തിലാണ് എടുക്കുന്നത്. ഇനി ബീഫിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കയ്യിൽ വെച്ച് നിരടിയതിന് ശേഷം എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ.
അതുപോലെ തന്നെ ബീഫ് കൂടുതൽ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല നിങ്ങൾ താല്പര്യം പോലെ ചെയ്യാം. കൊതിയൂറും ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.